ഇതേ നമ്മുടെ ഫാക്റ്റ് പുതിയ കുറച്ച് മിത്തുകളെയൊക്കെ തച്ചുടയ്ക്കാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഫാക്റ്റിനോടൊപ്പം മിത്ത് മാത്രമല്ല, വേറൊരാൾ കൂടിയുണ്ട്. എല്ലാ ഫാക്റ്റിനും മിത്തിനുമിടയിൽ നട്ടം തിരിയുന്ന ഒരാളില്ലേ, കൺഫ്യൂഷൻ. അതാണ് ഇവൻ. ഈ വർഷമേ നീ നീറ്റ് എഴുതുന്നില്ലേ? നീറ്റൊക്കെ എഴുതുന്നുണ്ട്. 25 ലക്ഷം പിള്ളേർ എഴുതുന്ന പരീക്ഷയാണ്. അതൊന്നും എഴുതിയാൽ നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അതെന്ത് വർത്താനാടാ? കഴിഞ്ഞ വർഷം എത്ര പിള്ളേരാണ് കേരളത്തിൽ നിന്ന് തന്നെ MBBS സീറ്റ് കിട്ടിയത്? നമ്മുടെ ബ്രില്യൻ്റിൽ നിന്ന് തന്നെ എത്ര പിള്ളേർ അഡ്മിഷൻ നേടിയെന്നറിയാമോ മെഡിക്കൽ കോളേജിൽ? 25 ലക്ഷം പിള്ളേർ എഴുതുന്ന പരീക്ഷയിലുണ്ടല്ലോ നീ വെറും ശിശു. ഈ ലവന്മാർ പറയും പോലെ കുറേ ആൾക്കാർ പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാകും അല്ലേ? പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കൂ, 25 ലക്ഷം എഴുതിയാലും 50 ലക്ഷം എഴുതിയാലും 1 കോടി എഴുതിയാലും നിങ്ങൾക്കൊരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഉണ്ട്. ആ സിലബസിനനുസരിച്ചുള്ള പുസ്തകങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്. എത്ര കുട്ടികൾ എഴുതുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്ക് തന്നിട്ടുള്ള സിലബസിലുള്ള കോണ്ടന്റുകൾ, കോൺസെപ്റ്റുകൾ കൃത്യമായി നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, അതെങ്ങനെ ഓർത്തിരിക്കുന്നു എന്നത് മാത്രമാണ് റിസൾട്ടിൻ്റെ മാനദണ്ഡം. മാത്രവുമല്ല, വർഷങ്ങളായി എത്രയോ കുട്ടികൾ വിജയകിരീടം ചൂടി പല മെഡിക്കൽ കോളേജുകളിലും എത്തിയിരിക്കുന്നു. ഇനി വേറെയും ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ നീറ്റ് പരീക്ഷ എഴുതുന്ന 25 ലക്ഷം വിദ്യാർത്ഥിനികളും MBBS മാത്രം ലക്ഷ്യം കാണുന്നവരല്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്പറിലല്ല കാര്യം, മറിച്ച് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സിലബസിനെ എത്ര കൃത്യമായി അപഗ്രഥിച്ച് പഠിക്കുന്നു എന്നുള്ളതിലാണ് കൃത്യമായ കാര്യം ഇരിക്കുന്നത്. മോനെ, നിനക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഞാനേ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾക്ക് കിട്ടിയ കുറച്ച് മാർക്ക് പറയാം മോഡൽ എക്സാമിൻ്റെ. കേട്ടോ, ആദ്യത്തെ മോഡൽ എക്സാമിന് അവന് 600 മാർക്കായിരുന്നു. പിന്നെ 450, 300, 255. നിനക്കിപ്പോൾ മോഡൽ എക്സാമിന് എത്ര കിട്ടുന്ന പറഞ്ഞു? എനിക്കൊരു 300, 350, 350 കാലൊക്കെ കിട്ടുന്നുണ്ട്. നിനക്ക് നീറ്റ് കിട്ടും. പക്ഷെ ഉണ്ടല്ലോ, വല്ല ഊളംപാറയിലും മെഡിക്കൽ കോളേജ് തുടങ്ങും. അത് നിനക്കൊക്കെ ഇവിടുന്ന് നീറ്റ് കിട്ടാം. 350 മാർക്കൊക്കെ മേടിച്ചാൽ എന്നെ കൊണ്ട് പഠിച്ച് നേടാൻ പറ്റത്തില്ലേ? കൺഫ്യൂഷൻ ആയല്ലോ. ഇതുപോലുള്ള ഒരുപാട് കമൻറ്ററികൾ നിങ്ങൾ 4 വശത്തു നിന്നും കേൾക്കുന്നുണ്ടാകും. ഇതിനൊന്നും തന്നെ നിങ്ങൾ ചെവി കൊടുക്കരുത്. ആദ്യത്തെ പ്രാവശ്യം 600 കിട്ടിയത് ആ സമയത്ത് നിങ്ങൾ നന്നായിട്ട് റിലാക്സ്ഡ് ആയിട്ടാണ് പരീക്ഷ എഴുതിയത്. കാരണം തുടക്കമല്ലേ, നമുക്ക് പരീക്ഷയുടെ ടെൻഷനൊന്നുമില്ല. ഇനി കുറച്ചടുത്ത് ഈ മോഡൽ എക്സാം ഒക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പരീക്ഷയുടെ ഒരു സ്ട്രെയിൻ, ആ ഒരു ചൂടിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ഒരു ചൂട്, പഠിക്കണമെന്ന ആഗ്രഹം, അഡ്മിഷൻ കിട്ടണമെന്ന നിങ്ങളുടെ അതിയായ ആഗ്രഹമാണ് ഒരുപക്ഷെ ഇപ്പോൾ മാർക്ക് കുറയ്ക്കുന്നത് എന്ന് തന്നെ പറയണം. കാരണം നമ്മൾ ഓവറായിട്ട് തിങ്ക് ചെയ്ത് പരീക്ഷ എഴുതുമ്പോൾ മാർക്കിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകും. മാത്രവുമല്ല, എല്ലാ ചാപ്റ്ററും നമുക്ക് എല്ലാ രീതിയിലും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയാത്തവർക്കും ചില ചാപ്റ്റേഴ്സിൽ മാർക്ക് കുറഞ്ഞു എന്നിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ചാപ്റ്ററിനും ഈക്വൽ ഇമ്പോർട്ടൻസോടുകൂടി വെയിറ്റേജ് കൃത്യമായി കൊടുത്തുകൊണ്ടായിരിക്കും നീറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഒരു കുറവ് വന്നാലും നിങ്ങൾക്കത് അഡ്മിഷനെ ബാധിക്കുന്ന രീതിയിൽ മാർക്ക് കുറയ്ക്കുകയില്ല തന്നെ. അതുകൊണ്ട് ഇപ്പോൾ വാങ്ങിക്കുന്ന മാർക്ക് എന്തായാലും ഇതൊന്നും തന്നെ നിങ്ങളുടെ ഫൈനൽ റിസൾട്ടിനെ ബാധിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയി തന്നെ പഠിച്ചോളൂ. ഒരു പ്രോബ്ലവും ഇല്ലാതെ നമുക്ക് അഡ്മിഷൻ നേടാം. മോനെ, നീ എന്താണെങ്കിലും ഡോക്ടർ ആവാൻ തീരുമാനിച്ചു അല്ലേ? ഇപ്പൊ നീ +2 പഠിക്കുന്ന. പക്ഷെ ഇത് കഴിഞ്ഞ് നിനക്ക് ഇത്തവണ നീറ്റ് കിട്ടിയില്ലെങ്കിൽ നീ 1 വർഷം റിപ്പീറ്റ് ചെയ്യും. 1 വർഷം റിപ്പീറ്റ് ചെയ്യാലോ. ഞാനാണ് അത്യാവശ്യം പഠിക്കുന്ന കൂട്ടത്തില. പിന്നെ ഫസ്റ്റ് ടൈം നീറ്റൊക്കെ എഴുതുമ്പോൾ കുറച്ച് മാർക്ക് കുറഞ്ഞാലും ബ്രില്യൻ്റ് പോലൊരു സ്ഥാപനത്തിൽ പഠിച്ചാ നീറ്റിന്റെ സ്കോറൊക്കെ കിട്ടാന്നേ ഉള്ളൂ. തുറന്നു പറയാലോ, തോന്നണം. കാരണം കുറഞ്ഞതൊരു 3-4 വട്ടമൊക്കെ റിപ്പീറ്റ് ചെയ്തവർക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു. എന്തൊരു കൺഫ്യൂഷനല്ലേ? നോക്കൂ, നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ, നമ്മുടെ നന്ദിത, ആര്യ, ഗൗരി ശങ്കർ, അങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യണോ, റിപ്പീറ്റ് ചെയ്യണോ, നമ്മൾ റെസിഡൻഷ്യലിൽ പഠിച്ചുകൊണ്ട് എഴുതണമോ, ഫൗണ്ടേഷൻ തൊട്ട് പഠിക്കണോ, ഇങ്ങനെ ഒരുപാട് ചിന്തകളാണ്. കുഞ്ഞുങ്ങളെ നോക്കൂ, ഞാൻ വീണ്ടും പറയുന്നു, നമുക്കൊരു പ്രിസ്ക്രൈബ്ഡ് സിലബസും ഒരു പാറ്റേണും ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനും നമുക്കുണ്ട്.
ഇത് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. നിങ്ങൾ 1ാം ക്ലാസ് തൊട്ട് മെഡിക്കലിന് വേണ്ടി പഠിക്കുന്നു, പക്ഷെ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിലൂടെ അല്ല പഠിക്കുന്നതെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ചിട്ടയോടെ പഠിക്കുകയാണെങ്കിൽ 1 വർഷം എന്നല്ല, ഇനിയുള്ള 2 മാസം പോലും നിങ്ങൾക്ക് ധാരാളമാണ്. സോ എത്ര വർഷം അല്ലെങ്കിൽ എത്ര സമയം പഠിച്ചു എന്നുള്ളതല്ല കാര്യം, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും കുറഞ്ഞ സമയമായാലും കൂടിയ സമയമായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം കാണാൻ കഴിയും. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, 1 വർഷത്തെ റിപ്പീറ്റ് പോലും ഇല്ലാതെയാണ് നമ്മുടെ ഗൗരി ശങ്കറും തോമസ് ബിജു ചീരംവേലിലും ആഷിഖ് സ്റ്റന്നിയും ഒക്കെ എയിംസിലും IITയിലും ഒക്കെ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റിപ്പീറ്റർ ആണോ, റിപ്പീറ്റർ ആണോ, ഫൗണ്ടേഷൻ തൊട്ട് പഠിച്ച ആളാണോ, ഇതൊന്നുമല്ല ക്വസ്റ്റ്യൻ. മറിച്ച് ഓരോ പരീക്ഷയിലും അല്ലെങ്കിൽ ഓരോ തയ്യാറെടുപ്പും നിങ്ങൾ എത്ര ഇഫക്റ്റീവായിട്ട് തയ്യാറെടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ഞാനേ ഇനി കുറച്ച് ഫാക്റ്റ് പറയട്ടെ. പറഞ്ഞ പോലേക്ക് നീയേ ഇത്തവണ എക്സാം ആദ്യം എഴുതിയപ്പോൾ നിനക്ക് നല്ല മാർക്കല്ലായിരുന്നു? നല്ല മാർക്കായിരുന്നു അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ എക്സാം ഒക്കെ ഇങ്ങനെ ഓരോന്നും കഴിഞ്ഞ് വരുമ്പോൾ നിനക്ക് മാർക്ക് കുറഞ്ഞു തുടങ്ങിയില്ലേ? കുറഞ്ഞു തുടങ്ങി ഇല്ലേ? ഇനി ഞാൻ മെയ് 5-ന് സംഭവിക്കാൻ പോകുന്നൊരു യാഥാർത്ഥ്യം പാടട്ടെ. പാട്. നീറ്റെന്തെന്നറിയാതെ OMR എന്തെന്നറിയാതെ പൊട്ടനായിരുന്നു നീ. ഇത് നിങ്ങൾ ശരിക്കും പൊട്ടന്മാരാക്കുന്ന ഒരുപാട് കമൻറ്റുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാകും അല്ലേ? ഇത് പരീക്ഷ എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ എങ്ങനെ ടൈം തികയുമോ, OMR എങ്ങനെ ഫില്ല് ചെയ്യണം, നമ്മൾ ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം, ഇങ്ങനെ 100,000 ക്വസ്റ്റ്യൻസുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. പക്ഷേ എന്നിരുന്നാലും ഈ ക്വസ്റ്റ്യനുകൾക്കെല്ലാം ഓരോ ക്വസ്റ്റ്യനെയും എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യേണ്ടത് എന്നറിയാനായിട്ടാണ് നമ്മൾ ഓരോ മോഡൽ എക്സാം നടത്തുന്നത്. നിങ്ങൾ പ്രാക്ടീസിലൂടെ എത്രയോ പരീക്ഷകൾ എഴുതിയാണ് നീറ്റിനെ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും പരീക്ഷ എഴുതുന്ന നിങ്ങൾ ഓരോ പ്രാവശ്യം വരുത്തുന്ന എററുകളിലൂടെയും നിങ്ങളുടെ ഓരോ എററും തിരുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങൾ ഈ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കി അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന ഓരോ പരീക്ഷയിലൂടെയും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പരീക്ഷയും എഴുതിക്കഴിഞ്ഞ് ഏറ്റവും അവസാനം മെയ് 5-ലേക്ക് എത്തുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും തന്നെ ഏറ്റവും പെർഫെക്റ്റായിട്ട് എല്ലാ കടമ്പകളെയും കടത്തി വെട്ടിക്കൊണ്ട് മുന്നേറാൻ റെഡിയായി തന്നെയായിരിക്കും ഉള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ നമുക്ക് ചെവി കൊടുക്കണ്ട. എന്താ സംഭവിച്ചേ? പറയുന്നില്ലേ നിനക്ക് കുറച്ച് ശുഭാപ്തി വിശ്വാസമാണ്. അത് തരുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ വർഷം സിലബസിലൊക്കെ കുറച്ച് മാറ്റം വന്നതുകൊണ്ടും ചാപ്റ്ററൊക്കെ കുറച്ച് മാറ്റിയത് കൊണ്ടും എക്സാം വളരെ സിമ്പിൾ ആവാൻ ചാൻസ് ഉണ്ട്. അതെ 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 എൻ്റെ മോനെ, ഈ വർഷം ചാപ്റ്റേഴ്സ് കുറവായതുകൊണ്ടേ ഉള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനാ ചാൻസ് ഉള്ളൂ. അപ്പൊ നീ എന്നാ പറയുന്ന പാടായിരിക്കും? പാടായിരിക്കും. എടാ, സിലബസിൽ മാറ്റം വന്ന നീറ്റ് വളരെ സിമ്പിൾ ആയിരിക്കും. അതെ അതെ കാണാം കാണാം. ബെറ്റുണ്ടോ? ബെറ്റ്. നീ 5-ാം തീയതി നോക്കാടാ. നോക്കാം. എന്തെല്ലാം കൺഫ്യൂഷൻസ് ആണല്ലേ? ഒരാൾ പറയണു ഭയങ്കര സിമ്പിൾ ആയിരിക്കും, ഒരാൾ പറയണു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഇതൊക്കെ കേട്ടാൽ തോന്നും ഇവരാണ് അവിടെ പോയി ക്വസ്റ്റ്യൻ ഇട്ടതെന്ന്. കുട്ടികളെ, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ ചെവി കൊടുക്കണ്ട. നോക്കൂ, നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ ഈ ഇന്ത്യയിലുള്ള അത്യാവശ്യം മെഡിസിൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിക്കൽ അലൈഡ് കോഴ്സ് സ്വപ്നം കാണുന്ന കുട്ടികൾക്ക് വേണ്ടി കൃത്യമായ പാറ്റേണോടുകൂടി പ്രിസ്ക്രൈബ്ഡ് സിലബസിനനുസരിച്ച് ഒരു യൂണിഫോം സ്റ്റാൻഡേർഡിലാണ് വർഷങ്ങളായിട്ട് നീറ്റ് പരീക്ഷകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പരീക്ഷ എഴുതുന്ന ഒരു 80% കുട്ടികൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും. ഇനി ഓരോ കുട്ടിയെയും എയിംസിലെത്തിക്കണോ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് മെഡിക്കൽ കോളേജിൽ എത്തിക്കണോ, അല്ലെങ്കിൽ മറ്റൊരു അലൈഡ് കോഴ്സിൽ എത്തിക്കണോ എന്ന് തീരുമാനിക്കുന്ന ഒരു 10 to 15% ക്വസ്റ്റ്യൻസും എന്തായാലും അതിലുണ്ടാകും. അത് സിലബസ് കട്ട് ചെയ്തതുകൊണ്ട്
ഹാർഡ് ആകാനോ അല്ലെങ്കിൽ സിലബസ് കട്ട് ചെയ്തത് കൊണ്ട് സിമ്പിൾ ആകാനോ പോകുന്നില്ല. മറിച്ച് അതിൽ സിമ്പിൾ ആയിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ്, പിന്നെ മോഡറേറ്റ് ക്വസ്റ്റ്യൻസ്, 1-2 ക്വസ്റ്റ്യൻസ്, കുറച്ചൊരു ഡിഫിക്കൽട്ടി ലെവലിലുള്ള ക്വസ്റ്റ്യൻ, അതേ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നിങ്ങളിപ്പോൾ മോഡൽ എക്സാമിലും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? സോ അങ്ങനെയുള്ള മോഡൽ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന നിങ്ങൾക്ക് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചൊരു ഗവേഷണം ഇപ്പോൾ നടത്തണ്ട. മറിച്ച് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയും. കാരണം നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് പോയിരിക്കുന്നത്. സോ ബി കോൺഫിഡൻറ്റ്. ദേ നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ദേ മിത്തുകൾ ഒരുപാടുണ്ട്. ഈ മിത്ത് കേട്ട് കേട്ട് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന കൺഫ്യൂഷനും ധാരാളമുണ്ട്. ഈ കൺഫ്യൂഷനും മിത്തും കൂടി ചേരുമ്പോൾ മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. അത് വേണ്ട. ആരാണ്? എന്താണ്? നിനക്ക് മനസ്സിലായില്ലേ? ഞാനാണടാ ഫാക്ട്. നിനക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണോ? ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചെന്നാ വല്ലതും നടക്കുമോ? വാ ഇങ്ങോട്ട്. അവനെ കൊണ്ടുപോകാൻ വേറെ ഏതെങ്കിലും മണ്ടന്മാര് വരും. വാ ഇങ്ങോട്ട്. അത് ശരിയാ, അവിടെ നിൽക്കട്ടെ. Continue straight for 30 minutes. മൊത്തം വെള്ളമാണല്ലോ. I said continue straight. ഒരു ചേട്ടനുണ്ട്. ചേട്ടാ 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 ഇവിടെ ഇരുന്നോണ്ട് ആരാ നീ? ചേട്ടാ ഈ എൻട്രൻസ് കോച്ചിങ്ങിലേക്കുള്ള വഴി. എൻട്രൻസ് നീറ്റ് തോറ്റ് ചേട്ടാ മോനെ. നീ 2024 നീറ്റ് എന്ന് പറഞ്ഞാൽ നീ കഷ്ടപ്പെട്ട് മടുക്കും. വീട്ടിൽ നിന്ന് പറഞ്ഞാലോ കിട്ടുമെന്ന്. Don't listen to him. വീട്ടിൽ നിന്ന് അങ്ങനെ പലതും പറയും. ഇതിന് പുറത്തൊരു വൃത്തികെട്ട കോൺഫിഡൻസ് ഇല്ല. നിനക്ക് കൂലിപ്പണി എടുത്ത് ജീവിച്ചപ്പോഴാണ് നല്ല ആരോഗ്യമുണ്ടല്ലോ. എന്ത് പാടും.